ഷോട്ട് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളവിടെ ആ ഹോട്ടലിൽ വെച്ച് എടുത്ത ഷോട്ട് 12 മണിക്കേക്ക് പാക്കപ്പ് പറയാന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. ഒറ്റ ഇവര് ഇമോഷണൽ മറ്റേ കണ്ണീര് പറ്റി അവര് സ്ത്രീയായിരിക്കുന്ന സീനാണ്. അത് രാവിലെ 6 മണിക്കാണ് തീർന്നത്. എന്നാലും വലിയ സീനൊന്നുമില്ല, പക്ഷെ പുള്ളിക്ക് എത്ര എടുത്തിട്ടോ തൃപ്തിയാണ്. അത് കരയുന്ന സീനൊന്നും വേണ്ട, കരഞ്ഞ് കണ്ണീര് പറ്റി കരയാൻ കണ്ണീരില്ലാത്ത ഒരു സ്ത്രീ. അതുപോലെ തന്നെ എൻ്റെ ക്യാമറ ടീമും അതേപോലെ സഹകരിച്ചിരുന്നു കേട്ടോ. ഡയറക്ഷനും ക്യാമറ ടീമും നല്ല ഇതിൽ സപ്പോർട്ട് ചെയ്തു. അവർക്കൊന്നും ദേഷ്യം വരില്ല നമ്മളിപ്പോൾ ചെയ്തത് ശരിയായില്ല അങ്ങനെയൊന്നും അവർക്കൊരു ഇതില്ല. എല്ലാവരും അതിൻ്റെ മാക്സിമം നല്ല ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ട്. ഒരാളുടെ ഇമോഷണൽ കിട്ടാൻ വേണ്ടി 6-7 മണിക്കൂർ ഒരു ക്രൂ കംപ്ലീറ്റ് ഞങ്ങൾക്കൊന്നും സീൻ എടുക്കാനില്ല. അത് പിന്നെ അത് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റൂ, കഴിയുമ്പോഴത്തേക്ക് അത് ഒരു ഇതിൽ മാത്രമല്ല എടുക്കണത്. അതായത് പല വിധത്തിൽ എടുത്തിട്ട് അതിൽ ഏറ്റവും നല്ലത് ഏതാന്ന് അവർക്ക് ഫൈനലി തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര സമയം എടുത്തത്. അതിനെച്ചാൽ അത് അതിലത്തെ വലിയൊരു ഇമ്പോർട്ടൻസ് സീനാണ്. അപ്പം കണ്ണന്റെ മനസ്സിലൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തെ പുള്ളിക്ക് ആഗ്രഹിക്കുന്നത് കിട്ടിയാലേ പുള്ളി കട്ടുപറയും, അതുവരെ പുള്ളി പോകും. അത് പല വിധത്തിൽ എടുത്തു വെക്കും. അതായത് ഇപ്പോൾ ഒരു 6 ആക്ട് ഷോട്ട് എന്നൊക്കെ അപ്പോഴേക്കും ഞാൻ കേൾക്കണത് അങ്ങനത്തെ ഷോട്ട്, അങ്ങനെ പലതരത്തിൽ എടുത്തിട്ട് അപ്പം അതിൽ പലതും എടുത്ത് വെച്ചിട്ട് അത്രയും ടൈം അവർ സ്പെൻഡ് ചെയ്താലും വേണ്ടില്ല അതിലേറ്റവും മനോഹരമായിട്ട് ഏതാ പറയുന്നത് വെച്ചാൽ അതെടുക്കാം. ആ ഒരു ഇതിൽ അത്രയും ക്ഷമയോടെ അവർ കാത്തിരുന്നു. ഞാനും അപ്പം അതനുസരിച്ചിട്ട് പറയാനുള്ളത് ഓഡിയൻസും ക്ഷമയോടുകൂടി പടം മൊത്തം ഓഡിയൻസിന് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയാലും അവരെ മനസ്സിൽ നിൽക്കുന്ന ഒരു കഥയും കഥാപാത്രവും. രണ്ട് മണിക്കൂർ എൻജോയ് ചെയ്ത് ഇറങ്ങി പോകാൻ പറ്റുന്നില്ല. എൻജോയ് ചെയ്യുന്നതോടൊപ്പം തന്നെ അത് ഇറങ്ങിപ്പോയാലും കുറച്ച് ഈ കഥാപാത്രം മനസ്സിലുണ്ടാവും. രാധയുടെ കഥാപാത്രം അവിടെ മനസ്സിൽ ഒരു നീറ്റലായിട്ടുണ്ടാവും. രാധ ആരാന്ന് പറഞ്ഞു രമേശേട്ടന്റെ ക്യാരക്ടർ ചെറിയൊരു ക്യാരക്ടർ അല്ല, എന്നാലും അത് ശ്രദ്ധിക്കണ ക്യാരക്ടറാണ്. മരിച്ചു കഴിഞ്ഞിട്ട് ചെതയുണ്ട്, ചെത കഴിഞ്ഞിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ത്രൂ ഔട്ട് ഉണ്ട്. പിന്നെ ചരമ ഫോട്ടോ ഉണ്ട്. അതായത് എപ്പോഴും ഒരു പരാമർശിക്കുന്ന ഒരു കഥാപാത്രമാണ്. എന്താ വെച്ചാൽ ഗോപാലനാചാരി ഇട്ട് പോയതുകൊണ്ടാണല്ലോ ഞാനിത് മുഴുവൻ സഹിക്കുന്നത്. മകനും ഈ അമ്മയ്ക്കും പിന്നീട് സഹിക്കേണ്ടതിനൊക്കെ ഇങ്ങനെ ചരമം കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ത്രൂ ഔട്ട് ഉണ്ട്. തീർച്ചയായിട്ടും. ഞാനെന്നാ അവിടെ സമൂഹത്തിലെ ഒരു ആദ്യത്തുള്ള ഒരു ഫാമിലിയിൽപ്പെട്ട ആളാണ്. ഒരു ജഡ്ജിയുടെ മകനാണ്. ജഡ്ജിയുടെ മകനാണെങ്കിലും ആ പേരും പറഞ്ഞ് നടക്കില്ലാതെ ഞാൻ ജോലിയും ചെയ്യാറില്ല. വലിയ തറവാട്ടിലാണ്. അപ്പൊ എൻ്റെ അമ്മയാണ് ഈ സ്ത്രീക്ക് അഭയം കൊടുക്കുന്നത്. ഈ ഹസ്ബൻഡ് മരിച്ചു, ചെറിയൊരു കൊച്ചാണുള്ളത്. പിന്നെ അറിയാലോ, ഒരു 10-22 വയസ്സായ സ്ത്രീയുടെ വാടക വീട്ടിൽ താമസിക്കുന്ന സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു, ഒരു കൊച്ചും സ്ത്രീയും മാത്രമേ ഉള്ളയാള് ചുറ്റും സുന്ദരിയാണ്. ഇപ്പോഴും കാണാൻ സുന്ദരിയല്ലേ, കുഴപ്പമൊന്നുമില്ല. അതൊന്നും പറയിപ്പിക്കണം എനിക്കുണ്ടായിരുന്നു. അപ്പൊ എന്റെ വീട്ടിൽ അഭയം കൊടുക്കുക. അപ്പൊ ഞാൻ കല്യാണം കഴിക്കാത്ത ഒരു മകനാണ്. അപ്പൊ എനിക്കൊരു ക്രഷ് ഇവരോട് തോന്നുന്നു. അത് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അപ്പോഴൊക്കെ അമ്മയോട് പറയുമെന്നുള്ളൊരു പേടിയില്ല, പേടിപ്പിക്കലാണ് നിർത്തിയിരുന്നത്. അപ്പൊ പിന്നെ ഒരു പിന്നെ അത് കഴിഞ്ഞു, അത് കൊച്ചായിരുന്നപ്പോ അത് കഴിഞ്ഞ് ആ കുട്ടിക്ക് ആ ക്രഷ് അവിടെ നിന്നു. പിന്നെ അത് അമ്മയോട് പറയുമെന്നുള്ള പേടി കൊണ്ട് ഞാനതിന് പിന്മാറി. ഞാനൊരു കല്യാണവും കഴിച്ചു. അപ്പോഴും ഇവരാ വീട്ടിൽ തന്നെ ഉണ്ട്. അവരുടെ മകൻ വലുതായിക്കൊണ്ടിരിക്കുന്ന ആ മകൻ എൻ്റെ അനിയനെ പോലെ വളർന്നു വന്നു. അവനിങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് അപകടത്തിൽ പെടുന്നതും പിന്നെ അവനെ രക്ഷപ്പെടുത്താനുള്ള നെട്ടോട്ടം. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ആരുമില്ല. അതിനെ സഹായിക്കാൻ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴാണ് ശരിക്കും ക്രഷ് മാത്രമായിരുന്നില്ല, എനിക്ക് ഇവരോട് സ്നേഹം കൂടി ഉണ്ടായിരുന്നു എന്ന് ഇവർ തിരിച്ചറിയുന്നു. ശരിക്കും സ്വന്തം ഭാര്യയെ എതിർത്തിട്ട് പോലും അത് വേണ്ടെന്ന് വെച്ചിട്ട് ഇവരെ കൂടെ ഇറങ്ങിത്തിരിക്കുക, അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി. ആ കുറച്ച് ഇമോഷൻ സീനൊക്കെ ഉണ്ട്. അവന്റെ ഇമോഷൻ സീനുണ്ട് തീർച്ചയായിട്ടും. നല്ല ഡയലോഗ് ഞാൻ പലപ്പോഴും അപ്രോച്ച് ചെയ്തപ്പോ അമ്മയോട് പറയുന്ന ഒരു ഇതിലാണ് എന്നെ പേടിപ്പിച്ചെടുത്ത്. ഒരിക്കലും എന്നോട് തിരിച്ചു പറയുന്നുണ്ട്, ഞാനിനി അമ്മയോട് പറയില്ല. അതിലെല്ലാം ഉണ്ട്.
ഞാനെങ്കിൽ അമ്മയോട് പറയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ എനിക്കും ഇഷ്ടമാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ തയ്യാറാണ് എന്ന് എല്ലാം പറയുന്നതിന് തുല്യമാണ് അമ്മയോട്. ആ ഒരു ഇമോഷണൽ സീനൊക്കെ നല്ല സീനാണ്. ഓക്കെ, ശരിക്കും ഇവിടെന്തോ ഒരാൾ ഇമോഷണൽ ഇതൊന്നും ഞാനത് മരിച്ചു പോയായിരുന്നു ഇതൊന്നും അറിയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. എന്താ നടന്നേ എന്നുള്ളത് അറിയാൻ പറ്റില്ല. ഇപ്പോഴാ അറിയണേ. ശരിക്കും ഈ സമൂഹത്തിൽ ഇപ്പൊ നടക്കുന്ന കഥയാണ്. ഒരുപാട് നമ്മളിപ്പോൾ പലപ്പോഴും ഇപ്പം പേരറിവാളുടെ കാര്യം 30 വർഷം ജയിലിൽ കിടന്നപ്പോൾ നിരപരാധി. അതിനു മുമ്പ് ഞാനൊരു പേപ്പറിൽ വായിച്ചു, 14 പേര് മറ്റേ ശിക്ഷ വിധിച്ചു. അതിൽ 8 പേര് കുറ്റക്കാരനാണെന്ന് കണ്ട് ജീവപര്യന്തം ശിക്ഷിച്ചു, 6 പേര് വെറുതെ വിട്ടു. പക്ഷെ 14 പേര് ഒരുമിച്ച് ഇറങ്ങുകയാണ്. കാരണം വിധി വന്നത് 12 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ജീവപര്യത്തിന്റെ കാലാവധി കഴിഞ്ഞു, ശിക്ഷിച്ചവനും ഇറങ്ങേണ്ട സമയമായി. അപ്പോൾ നിരപരാധിയും 12 കൊല്ലം കിടന്നവിടെ. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ ഇവിടെ ഉണ്ട്. ആ കഥാപാത്രത്തിനപ്പുറം ഇപ്പോൾ 6 പേര് ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ 6 പേരുടെ ചെറു പ്രായമായിരിക്കും. അപ്പോൾ അവർ വീട്ടുകാർ, ചിലപ്പോൾ ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും, അമ്മയുണ്ടാവും, അച്ഛനുണ്ടാവും, അവരനുഭവിക്കുന്ന വേദന. ഇപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഇത്രയും അച്ഛനില്ലാതെ വളർത്തിയ ഒരു മകൻ മറ്റൊരാളുടെ വീട്ടിൽ നിന്ന് അവരുടെ സഹായം കൊണ്ട് വളർത്തി ഒരു ഡിഗ്രി എടുത്തു, ഒരു ജോലിക്ക് പറഞ്ഞേക്കുമ്പോൾ അവിടെ വെച്ച് ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടു പോവുക എന്ന് പറയുമ്പോണ്ടാകുന്ന ആ ബുദ്ധിമുട്ടില്ല. പിന്നെ അവൻ തിരിച്ചു വരുന്നില്ല. വിചാരണ തടവ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കിടക്കും. അതൊക്കെ ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും. ഒരു വിചാരണ തടവും അതുമൂലം ആ കുടുംബം അനുഭവിക്കുന്ന വിഷമങ്ങളും ഏതറ്റം വരെ ഒരു മകനെ രക്ഷിക്കാൻ ഒരു അമ്മ ഇറങ്ങി തിരിച്ചാൽ ഏതറ്റം വരെ ആ അറ്റം വരെയൊക്കെ പോവുക.